വിഭാഗത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിയിരിക്കുന്നത്. സിപിഐഎമ്മിന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ AKG സെന്ററിൽ നിന്ന് ഒരു മതസംഘടന കൊട്ടേഷൻ എടുക്കുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ പറയുന്നു. ഈ മതസംഘടന തെരുവുകളിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നുവെന്നും മുജീബ് റഹ്മാൻ പറയുകയാണ്. സമുദായവും മുഖാമുഖം നിൽക്കേണ്ട ഒരു കാലമല്ല ഇത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സംയമനം പാലിക്കുന്നത്. പക്ഷേ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴെല്ലാം AKG സെന്ററിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത് ഈ രാജ്യത്തിന്റെ തെരുവോരത്തിലിറങ്ങി ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പലപ്പോഴും ക്യാമ്പയിനുമായി രംഗത്തിറങ്ങുന്ന ഒരു മതസംഘടനയുണ്ട്. ഞാൻ പറയുക, ഞങ്ങൾ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു വിവാദം തീരുമ്പോൾ മറ്റൊരു വിവാദം. പ്രിയപ്പെട്ടവരെല്ലാവർക്കും സ്നേഹം നമസ്കാരം. ഞാൻ ശ്യാമത്തക്കൻ. ഈ വാർത്താ ചാനൽ പുറത്തുവിട്ട ന്യൂസ് പ്രകാരം കാന്തപുരം വിഭാഗത്തിനെതിരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ വലിയ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് കളയും, ഗാലറിയിലാണ് ഇപ്പം നിങ്ങൾ കളിക്കാൻ ഇറങ്ങിക്കോളിയും, നിങ്ങൾ കുറെ കളികളൊക്കെ കളിച്ചതില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് കാണാം. എന്താ ഇപ്പൊ ഇവരെ പ്രശ്നം എന്നറിയോ? ഇവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഇരിപ്പൊക്കെ പുറത്തിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ഒരു ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അപ്പൊ അടുത്ത് നിലമ്പൂരിലത്തെ, അതുമായി ബന്ധപ്പെട്ട് ഇവര് സപ്പോർട്ട് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വാർത്താ വ്യാപകമായിട്ട് വന്നു. അന്നേരം CPIMനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ സംഘം പോലെയാണ് AP വിഭാഗത്തിലെ പ്രവർത്തകർ അല്ലെങ്കിൽ ആ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു എന്ന് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയത്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതും കൂടി നമുക്ക് നോക്കാമല്ലോ. AP വിഭാഗത്തിനെ നിർത്താൻ ഏതായാലും ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളെ നേരിടുന്നത്. അപ്പൊ നിങ്ങൾ ഗാലറിയിൽ ഇരിക്കുകയാണ്, കളിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഉണ്ടാക്കും. അത് കാണാൻ നമുക്ക് എന്താ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുക എന്നുള്ളത്. നിങ്ങൾ ആരാണ് എന്നുള്ളത് ഒരു ചെറിയ വിവർത്തനമാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വാർത്ത വന്നിട്ട് കുറെ ദിവസങ്ങളായെങ്കിലും ഇതിനൊരു മറുപടി പറയാൻ കഴിയാതെ പോയതിലുള്ള ഒരു പ്രയാസം എനിക്കുണ്ടായിരുന്നു, സമയമൊന്നും കിട്ടാത്തതിന്റെ പേരിൽ. എന്നാൽ ഇപ്പോ ആ ഒരു സാഹചര്യം ഒത്തൊരുങ്ങി വന്നിരിക്കുകയാണ്. അതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്, പറയാം. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മറ്റു വിഭാഗങ്ങളുമായി ഒന്നിച്ച് ഒരേ താളത്തിൽ, ഒരേ ലയത്തിൽ, ഒരേ രാഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യൻ സാഹചര്യത്തിലുള്ളത്. അതിന് വിഘാതം ഉണ്ടാക്കുന്ന വിധത്തിൽ, മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അതൊരു തീവ്രവാദ പ്രസ്ഥാനമാണെന്നും ഒരു വിഘടനവാദ പ്രസ്ഥാനമാണെന്നും സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള നിലപാടുകളാണ് ജമാഅത്തെ ഇസ്ലാമി ഇക്കാലം അത്രയും സ്വീകരിച്ചത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ മൗലാന മൗദൂദി സാഹിബാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇന്നും നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകശാലകളിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളിൽ കൃത്യമായി ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല, മതേതരത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല. സർക്കാർ ജോലികളിൽ പോലും പോകാൻ പാടില്ലെന്ന് പറഞ്ഞവരാ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരാ. അവരെ ആര് വെള്ളം പൂശിയാലും അത് ഉൾക്കൊള്ളാൻ സുന്നികളെ സംബന്ധിച്ചോളം സാധ്യമല്ല. അപ്പൊ നമ്മുടെ EK വിഭാഗത്തിന്റെ മുസ്തഫ മുണ്ടുപാറ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. നമുക്ക് അടുത്തത് കാണാം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദം വളർത്തുന്ന സംഘടനയാണെന്ന് SYS സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും പലരും രാഷ്ട്രീയ കൂട്ടുകെട്ടിന് ശ്രമിക്കുന്നുവെന്നും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ഈ തീവ്രവാദി ചിന്തകളുമായി വന്ന ഈ ചെറുപ്പക്കാരുടെ കൂട്ടം ജമാഅത്തെ ഇസ്ലാം ബാക്കിപത്രമായി ജമാഅത്തെ ചെറുപ്പക്കാരുടെ കൂട്ടം അത് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനമാണ് നടത്തുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ നിയമത്തെ ചട്ടങ്ങൾക്കെതിരായ പ്രവർത്തനമാണ് നടത്തുന്നത്. മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ മാറിയവരുമായി മുന്നണിയായി ബന്ധം തുടർന്നാലെ എതിർക്കാൻ കഴിയില്ല. തീവ്രവാദ സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് SDPI. അവരുമായി സ്വകാര്യമായും പരസ്യമായും രഹസ്യമായും ബന്ധപ്പെടുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ സംസാരിച്ചത് EK വിഭാഗത്തിന്റെ നേതാവും യുവ പണ്ഡിതനുമായ ഹമീദ് ഫൈസി അമ്പലക്കടവ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് പറഞ്ഞത്. നീ നോക്കാം അടുത്തത്. ജമാഅത്തെ ഇസ്ലാമിക്കാർ വളരെ ശക്തമായി, കാരണം അന്ന് കല്ലും നെല്ലും വേർതിരില്ല. മുജാഹിദുകൾക്കിടയിലെ ജമാഅത്തുകാരും ജമാഅത്തും മുജാഹിദ് മൗദൂദി ജമാ മുജാദ എല്ലാം കൂടെ ഒന്നിച്ചെങ്ങനെ നടക്കുക അവലൂസായിട്ട്. ഇതിനോട് വേർപെട്ട് കിട്ടില്ല. അപ്പോ ഉമർ മൗലവി അന്ന് ഈ രോഗം മനസ്സിലായിട്ട് ഉമർ മൗലവി ഇതിനെ പറിച്ചു മാറ്റേണ്ടതെന്ന്. അപ്പോ ഉമർ മൗലവി ഇടപെട്ട് ഉമർ മൗലവിക്ക് കാര്യം മനസ്സിലായത് ജമാഅത്തുകാർക്ക് മനസ്സിലായി. ജമാഅത്തുകാർ ഉമർ മൗലവി ഏറ്റവും വലിയ ശത്രുവായി. അങ്ങനെ ശത്രുവായി കഴിഞ്ഞപ്പോ ഉമർ മൗലവി കാഫറാണ്, നരമ്പ് രോഗിയാണെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കി കൊച്ചിയിൽ. ആര്? ജമാഅത്തുകാര്. കാഫറാണ് ഉമർ മൗലവി. ആ സന്ദർഭത്തിൽ ഉമർ മൗലവി ആ രംഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അന്ന് പുതിയ പള്ളിയുടെ മുന്നിൽ സ്റ്റേജ് കെട്ടി. ആ സ്റ്റേജ് കെട്ടിക്കിട്ട് ഞാൻ കണ്ണ് നനഞ്ഞുകൊണ്ട് ആ സ്റ്റേജിലേക്ക് കടന്നു ചെന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദ് നമ്മളെ അനസ് മൗലവി മുജാഹിദ് സലഫി ആശയക്കാരനാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞു അവരെ നേതാവിനെ കാഫറാക്കിയത്. ഇനി നമുക്ക് നോക്കാം അടുത്ത. അപകടപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, IS-അടക്കം ലോകത്ത് IS എന്നതിന്റെ നിർവചനം എന്താണ്? ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടം.
അതിനല്ലേ മൗലാന മൗദൂദി സാഹിബ് പറഞ്ഞത് മതരാഷ്ട്രവാദം എന്നത്, ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഈമാൻ പൂർത്തിയാവണമെങ്കിൽ, ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ, ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ്? ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട്. വ്യാപകമാണ്. മൗലാന മൗദൂദിയുടെ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു, എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു. കേരളത്തിൽ യഥേഷ്ടം വിൽക്കപ്പെടുകയാണ്. ഞാനിപ്പോ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ്. കേരളത്തിൽ ഇന്ന് വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല, മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഉറുദു പുസ്തകമാണ്, പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ്. എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ്. മുർത്തദിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഞാനത് ഏതായാലും ഇവിടെ അത് ഇറക്കണില്ല, കാരണം എന്താണ് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. ഞാനത് ഇറക്കാൻ പോവുകയാണ്. ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു. അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട്. എവിടെയാണ് IS എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വായിക്കണം. മനുഷ്യത്വ വിരുദ്ധതയുടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കുമെന്ന് പറയാം. എന്നിട്ട് ഇബിലിസ് മാറിക്കണമാതിരി കുറച്ച് ദൂരം മാറി നിന്നിട്ട് ഞങ്ങളൊന്നുമില്ലേ, ഞങ്ങൾ കണ്ടോ സാധുക്കൾ. അപ്പൊ നമ്മുടെ യൂത്ത് ലീഗിന്റെ നേതാവ് KM ഷാജി സാഹിബ് പറഞ്ഞത് എല്ലാ ഇബ്ലീസിന്റെ പണിയെടുത്തിട്ട് ഞങ്ങളൊന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിക്കണ ആ പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങളങ്ങോട്ട് നിർത്തുക. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യം മുഴുക്കെ ചാനൽ തോറും സോഷ്യൽ മീഡിയ മുഴുവനും തൂക്കി വാരിയെടുത്ത ഒരു പ്രിയങ്കരനായ ഒരു നേതാവ്, സാത്വികനായ ഒരു പണ്ഡിതൻ, അതും പ്രായാധിക്യത്താലെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ മാഷാല്ലാ ആ പേരിങ്ങനെ എവിടെ നിന്നൊക്കെയും മുഴങ്ങി വരുന്നത്. എത്ര മനോഹരമായ വാക്കുകളെ കൊണ്ടാണ് അദ്ദേഹത്തിന് ആശംസയും അഭിനന്ദനങ്ങളും ഒക്കെ അർപ്പിക്കുന്നത്. നിങ്ങള് ഈ പ്രസ്ഥാനത്തിന് എതിരില് നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ഗാലറി ഇരിക്കുന്നുള്ളൂ, കളി ഞങ്ങൾക്കറിയാം. എന്ത് കളി നിങ്ങൾക്കറിയാം? നിങ്ങളെ കുറിച്ചല്ലേ ഈ ആളുകളൊക്കെ ഈ പറയുന്നത്. അവരൊക്കെ മറികടന്നിട്ട് AP വിഭാഗത്തിന്റെ പ്രസ്ഥാനം മാത്രമാണ് ഈ CPM-ന് വിടുവാല ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയുക, എന്തൊക്കെയാ നിങ്ങളുടെ ഭാഷയുണ്ടല്ലോ. AP വിഭാഗം എന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിമർശിക്കുകയും ചെയ്യും, വിമർശിച്ചിട്ടുമുണ്ട്, സഹകരിക്കേണ്ട സമയത്ത് സഹകരിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്, നേതാക്കൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുമായി സംബന്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇപ്പോ നിലവിലുള്ള സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അതാ AP സാഹിബ് പോയി കണ്ട വാർത്തകൾ നമ്മൾ ഇന്നലകളിൽ നമ്മൾ വാർത്ത കണ്ടതാണ്. അങ്ങനെ തുടങ്ങിയ കോൺഗ്രസിന്റെ നേതാക്കള്, BJP-യുടെ ഭരണരംഗത്തിരിക്കുന്നവർ, നിങ്ങളൊക്കെ ഒരു കാലത്ത് ഇതിലൊരു വാർത്ത വേറൊന്ന് വിടേണ്ടതുണ്ട്. ഞാൻ വിട്ട തങ്ങൾ മാത്രമല്ല RSS-ഉമായി ചർച്ച നടത്തിയതെന്നും ചർച്ചയ്ക്ക് മുൻപ് ആ വിഷയം പുറത്തു പറയേണ്ടതില്ല എന്നും ജമാഅത്തെ ഇസ്ലാമി. RSS-ഉമായി ചർച്ച നടത്താൻ CPM-ന്റെ ടോക്കൺ വേണ്ടെന്നും ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ മലപ്പുറത്ത് പറഞ്ഞു. RSS നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നുണ്ടായ വിവാദങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ പുതിയ വിശദീകരണം. ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടത്തുന്നതാണ് ഇത് രാഷ്ട്രീയ ജന്മിത്വം എന്നാണ് ഇതിന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടത്തുന്നതിനാണ് ഇതിൽ. മുസ്ലിം സംഘടനകൾക്ക് ചർച്ച നടത്താം, ചർച്ച നടത്തുന്നത് ഞങ്ങൾക്കെതിരല്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ ജന്മിത്വമാണ്. രാജ്യത്ത് ആരുമായും ഡയലോഗ് ആകാം എന്ന് വെച്ച ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം RSS-ഉമായും ഡയലോഗ് ആകുന്നതിന് CPIM-ൽ നിന്ന് ടോക്കൺ എടുക്കേണ്ടതില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിട്ടുള്ളത്. ആ ഗതികേട് ജമാഅത്തെ ഇസ്ലാമിക്കില്ല. സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചർച്ച നടത്തിയത് എന്ന് അവകാശപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പക്ഷേ എന്തുകൊണ്ട് ഇത് നേരത്തെ പുറത്തു പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് ചർച്ചയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ മാത്രമേ പുറത്തു പറയേണ്ടതുള്ളൂ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അസിസ്റ്റന്റ് അമീർ P. മുജീബ് റഹ്മാൻ നൽകിയ മറുപടി. സമയക്കുറവുണ്ട്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ട് വന്ദരായ ഉസ്താദ് ഈ സമുദായത്തിന്റെ വിഷയത്തിനും അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന്റെ അതുപോലെ സമുച്ചയങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം, ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. ഇതിനൊക്കെ ഈ ഭരണരംഗത്ത് കേന്ദ്ര സർക്കാരിന്റെയും മറ്റൊക്കെ അർഹതപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ മേടിച്ചെടുക്കേണ്ടതുണ്ട്, അവകാശങ്ങൾ. ഇതിന് ഭരണകൂടത്തെ കാണണ്ടേ? ഈ BJP-യുടെ നേതാക്കളെ കണ്ടാൽ ഉടനെ, അല്ലെങ്കിൽ ഭരണരംഗത്തിരിക്കുന്നവരെ കണ്ടാൽ, പ്രധാനമന്ത്രിയെ കണ്ടാൽ എത്രമാത്രം മോശം പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ വന്യവയോധികനായ ഉസ്താദിനെ ഇവര് മോശപ്പെടുത്തി സമൂഹ മധ്യ പറയാറുള്ളത്. ഇവൻ RSS-നെ രഹസ്യമായി കണ്ട് ചർച്ച നടത്തിയ സംഭവം ചോദിക്കുമ്പോഴാണ് പറയുന്നത് സമുദായത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതല്ലേ കാന്തപുരം ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ കാപഠ്യം അത് സമൂഹത്തെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അത് AP വിഭാഗം എന്നില്ല, സ്വബോധമുള്ള മനുഷ്യർ അത് ചെയ്യും. അത് ചെയ്യുമ്പോ നിങ്ങൾ അവർക്ക് നേരെ കുതിര കയറാൻ വേണ്ടി നടക്കുന്നത് നിങ്ങളെ കൊണ്ട് എത്രമാത്രം ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് പ്രസ്ഥാനം നോക്കി കാണട്ടെ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? ഈ പ്രസ്ഥാനത്തെയോ? നിങ്ങൾക്കെതിരിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരിടുക തന്നെ ചെയ്യും. അമീറെ, 1989 തുടങ്ങിയതാണ്. 10-35 വർഷമായടാ ഇതുപോലെയുള്ള ആളുകളെ നേരിടാൻ തുടങ്ങിയിട്ട്.
നിങ്ങളുടെ കൺമുമ്പിൽ ഈ പ്രസ്ഥാനം ഇങ്ങനെ നിൽക്കുന്നുണ്ടേല് പൊന്നനിയ അമീറെ, ഇനിയും ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ബൈ.